ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചാണ്. ഈ സ്കൂളിനെ കുറിച്ച് ഒരു മിനിറ്റിലൊന്നും സംസാരിച്ച് തീർക്കാൻ പറ്റത്തില്ല. എനിവേ നമുക്ക് അവിടുത്തെ NSS സെലക്ഷനിൽ നിന്ന് തുടങ്ങാം. ഈ സ്കൂളിലെ NSS സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് അവർ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടുത്തെ NSS സെലക്ഷൻ ആദ്യത്തെ റൗണ്ട് നമ്മുടെ സ്കൂളിന് ചുറ്റുമുള്ള കുറച്ച് ഫോറസ്റ്റ് പോലത്തെ കാട് പിടിച്ച ഏരിയ ക്ലീൻ ചെയ്യുന്ന റൗണ്ട്. രണ്ടാമത്തെ റൗണ്ടിലെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം. മൂന്നാമത്തെ റൗണ്ടിലെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് റൗണ്ട്. അങ്ങനെ 3 റൗണ്ട്. ഈ 3 റൗണ്ടിൽ ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് അവർ NSSന് എടുക്കുന്നത് എന്ന് പറഞ്ഞൊരു സെലക്ഷൻ പോലെ 3 റൗണ്ട് നമുക്ക് വയ്ക്കും. അപ്പം ഈ ഫോറസ്റ്റ് അല്ല, അവിടുത്തെ സ്കൂളിന് ചുറ്റുമുള്ള കുറച്ച് ഏരിയാസ് ക്ലീൻ ചെയ്യുന്ന റൗണ്ട്. ഇതിന് നമ്മുടെ കുറേ സ്റ്റുഡൻസ് വീട്ടിൽ നിന്ന് നമ്മുടെ അരിവാൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കുറേ സ്റ്റുഡൻസ് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് എൻട്രൻസ് എക്സാമിൻ്റെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഇത്ര എണ്ണം ശരിയാണ്, നമുക്ക് ആൻസേഴ്സ് ഓൾറെഡി നമുക്ക് പിന്നെ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇത്ര എണ്ണം കറക്റ്റാണ്, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ആൻഡ് തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ റൗണ്ട്, പെർഫോമൻസ് റൗണ്ടിൽ ഞങ്ങളുടെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ നല്ല ടാലൻ്റ് ഉള്ള ഒരുപാട് കുട്ടികൾ പെർഫോം ചെയ്തു. അതായത് ഡാൻസ് കളിച്ച കുട്ടികളുണ്ട്, പാട്ട് പാടിയ കുട്ടികളുണ്ട്, നന്നായിട്ട് സ്പീച്ച് പറഞ്ഞ കുട്ടികളുണ്ട്, ഈവൻ അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസും കുട്ടികൾ കാഴ്ചവെച്ചു. ആൻഡ് ഫൈനലി നമ്മുടെ റിസൾട്ട് ഔട്ട് ആവുകയാണ് ഈ NSSൻ്റെ. അപ്പം നമ്മളെല്ലാം എക്സൈറ്റ്മെൻറ്റോട് കൂടെ കാത്തിരിക്കുകയാണ്. അപ്പം ഈ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് റൗണ്ടായ ഫോറസ്റ്റ് അല്ല, നമ്മുടെ സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കുന്ന ആ റൗണ്ടിന് സൈഡിലായിട്ട് മാറിയിരുന്ന കുട്ടികൾക്ക് സെലക്ഷൻ. രണ്ടാമത്തെ റൗണ്ട് അതായത് എൻട്രൻസ് എക്സാമിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതിൽ 7 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയോളൂ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് സെലക്ഷൻ. ആൻഡ് എൻട്രൻസ് എക്സാമിന് ആബ്സെൻ്റ് ആയ കുട്ടികൾക്ക് സെലക്ഷൻ. ആൻഡ് ദെൻ പെർഫോമൻസ് റൗണ്ടിൽ എനിക്ക് ടാലൻറ്റേ ഇല്ല, എനിക്ക് ടാലൻ്റ് ഒന്നും തന്നെ ഇല്ല, എനിക്ക് പേടിയാണ്, അങ്ങനെ പറഞ്ഞ കുട്ടികൾക്ക് സെലക്ഷൻ. ഈവൻ പെർഫോമൻസ് റൗണ്ടിൽ ആബ്സെൻ്റ് ആയ കുട്ടികൾക്ക് വരെ സെലക്ഷൻ. പിന്നെ ഒരു സംഭവം എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ലിസ്റ്റിൽ കുറച്ച് പേരുടെ പേര് വന്നു. അപ്പോൾ ഇത്രയും പേർക്ക് സെലക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ഒരാളെ കൂടി അവർ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പം അത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം ഞാൻ ആളോട് ചോദിച്ചു അതെങ്ങനെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നയാളുടെ റെക്കമെൻഡേഷനിലാണ് കയറിയത്. മര്യാദയ്ക്ക് ഫോറസ്റ്റ് ക്ലീൻ ചെയ്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂൾ ക്ലീൻ ചെയ്ത കുട്ടികൾക്കോ നന്നായി പെർഫോമൻസ് റൗണ്ടിൽ പെർഫോമൻസ് ചെയ്ത കുട്ടികൾക്കോ ഇതിനൊന്നും സെലക്ഷൻ ഇല്ല. അപ്പം റിസൾട്ട് വന്നപ്പം വി ആർ ലൈക്ക് എന്താ ഇത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു നമുക്ക്. കാരണം ഇത്രയും നന്നായിട്ട് കഷ്ടപ്പെട്ട് ഈ 3 റൗണ്ടിനും അറ്റൻഡ് ചെയ്ത് ആർക്കും സെലക്ഷൻ ഇല്ല. വെറുതെ ഇരുന്ന കുട്ടികൾക്ക് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാം. അപ്പം ലാസ്റ്റ് ഇവരോട് എന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്ന് നമ്മുടെ പാരൻസ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒപ്പീനിയൻ വെച്ചാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 3 റൗണ്ട് കണ്ടക്ട് ചെയ്തത്? ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒപ്പീനിയൻ വെച്ച് ആദ്യം തന്നെ ഇങ്ങനെ എടുത്താൽ പോരായിരുന്നോ? എന്തിനാണ് പിന്നെ ഈ 3 റൗണ്ട്? എന്ത് പ്രഹസനമായിരുന്നു അത്. 3 റൗണ്ട്സ്, അങ്ങനെ 3 റൗണ്ട്സ് കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇത് പിന്നെ അന്ന് പോയി ചോദിച്ചുവിടായിരുന്നു, എന്താണ് ഇപ്പോൾ ചോദിക്കുന്നതെന്ന്. അന്ന് പോയി ഇത് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റേർണൽ മാർക്ക് കട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇപ്പം ഒന്ന് തിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കുട്ടി അപ്പം തന്നെ അഹങ്കാരി, അവർ ചെയ്യുന്നതിൽ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, പിന്നെ അങ്ങോട്ട് നമ്മുടെ PTA മീറ്റിംഗ് നമ്മളങ്ങ് ഇല്ലാണ്ടാക്കും ആ സ്കൂളിൽ. അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പം നമുക്കത് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ്, കഷ്ടപ്പെട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വാല്യൂവും ഇല്ല, റെക്കമെൻഡേഷനോട് കൂടി മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു NSS ആണ് ആ സ്കൂളിലെ NSS സെലക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് മേടിച്ച ആളാണ് ആ സ്കൂളിൻ്റെ NSS സെലക്ഷൻ കോർഡിനേറ്ററായിട്ട് വരുന്നത്. ഒരു മാതൃകാ അധ്യാപകന് ചെയ്യാൻ പറ്റുന്നതാണോ? പിന്നീട് സെക്കൻഡ് ഇയർ +2 ടൈമിൽ ഞാനായിരുന്നു ആ സ്കൂളിലെ സ്കൂൾ ലീഡർ. അപ്പോൾ ഞാൻ ഇതുപോലെ ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന തന്നെ ഒരു ടീച്ചറിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലക്ഷൻ, ഇതുപോലെ ആബ്സെൻ്റ് ആയ കുട്ടികൾക്ക് അവർക്കൊക്കെ സെലക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടിയാണ്, ഇന്ന കുട്ടി ഇന്ന സാറിൻ്റെ മോളായതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഇന്നയാളുടെ മോളായതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഇന്നയാൾ പള്ളിയിലുള്ള ഒരു മെയിൻ ആളുടെ മോനായതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തൊരു മെൻറ്റാലിറ്റിയാണ്, എന്തൊരു ഹെക്റ്റിക്
കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ നടക്കുന്നത്. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പഠിച്ച സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ NSS സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യുക. പക്ഷേ ഈ കുട്ടികളെ കൊണ്ട് ഈ 3 റൗണ്ട് ചെയ്യിപ്പിക്കുക, ഇങ്ങനെ ചുമ്മാ ഒരു പ്രഹസനത്തിന് വേണ്ടി ഇതൊന്നും കാഴ്ചവെക്കാതെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ സെലക്ട് ചെയ്തോളുക. എന്തിനാണ് വെറുതെ പിന്നെ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഗ്രേസ് മാർക്കിന് വേണ്ടി ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെല്ലാവർക്കും റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും അതിന് റൈറ്റ് ഉണ്ട്. അത് വളരെ ഫെയർ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും കുട്ടികളോട് ഈ ഒരു എന്താണ് പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കുറയ്ക്കുക, അതുപോലെ മെൻ്റൽ ടോർച്ചറിങ് നടത്തുക, ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് കളിയാക്കുക ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് പറയാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ബേസിക്കലി നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രോമാറ്റിക്. ഇൻ സം സ്കൂൾസ് ഇറ്റ്സ് ട്രോമാറ്റിക്. എല്ലാ സ്കൂളിൻ്റെയും കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ ചില സ്കൂളുകളിൽ അത് ഭയങ്കര ട്രോമാറ്റിക്കാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, അവരെ അക്കാഡമിക്സിന് ശ്രദ്ധിക്കുക, അല്ലാണ്ട് അവരുടെ ബാക്കി കാര്യങ്ങൾ ലൈക്ക് ടീച്ചേഴ്സ് ആവശ്യമില്ലാതെ അവരെ കുറ്റം പറയുക, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.